അന്നത്തെ റവന്യൂ നിയമവകുപ്പ് മന്ത്രി സാർ പറയാൻ എനിക്ക് 1967 ഇതൊന്ന് പറയട്ടെ. 1967 EMS മന്ത്രിസഭയുടെ കാലത്ത് അന്ന് മിച്ചഭൂമികൾ ഏറ്റെടുത്ത് കുടികിടപ്പുകാർക്ക് പറിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ടായി. അന്നത്തെ റവന്യൂ നിയമവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട KR ഗൗരി MA ആയിരുന്നു. അന്ന് മുൻപത്തെ കുടികിടപ്പുകാർക്ക് പതിച്ചു കൊടുത്തില്ല. അസംബ്ലിയിൽ അവർ പറഞ്ഞ മറുപടി അത് വഖഫ് ഭൂമിയാണ്, പതിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന് അവകാശമില്ല. അങ്ങനെ 67 EMS മന്ത്രിസഭയുടെ കാലത്തും 1960 തിരുക്കൊച്ചി മന്ത്രിസഭയിലെ PC ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹവും ഇത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോഴത്തെ ഈ നിയമസഭയില് ഈ കഴിഞ്ഞ 2022 ഡിസംബർ 22-ാം തീയതി നക്ഷത്ര ചിഹ്നമില്ലാത്തൊരു ചോദ്യം KPA മജീദും വേറെ 4 MLA-മാരും കൂടി അവതരിപ്പിച്ചപ്പോ ഇന്നത്തെ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അത് വഖഫ് ഭൂമിയാണെന്ന് കൊടുത്ത രേഖ കേരള അസംബ്ലിയിലുണ്ട്. 1960 മുതൽ ഈ പറയുന്ന ഇപ്പോഴത്തെ അസംബ്ലിയുടെ രേഖ ഉൾപ്പെടെ മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, സബ് കോടതി പറഞ്ഞിട്ടുണ്ട്. 4 സത്യവാങ്മൂലമാണ് ഫറൂഖ് കോളേജ് ഫറൂഖ് സബ് കോടതിയിൽ വഖഫാണെന്ന് സമർപ്പിച്ചത്. അങ്ങ് പറഞ്ഞല്ലോ CD സാഹിബ് അവിടുത്തെ ട്രസ്റ്റ് ചെയർമാനും വഖഫ് ബോർഡ് ചെയർമാനൊക്കെ ആയിരിക്കുന്ന കാലത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് വഖഫ് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് എപ്പോഴും ആവർത്തിക്കുന്നു, ഒരു കമ്മ്യൂണൽ ക്ലാസ് വരാത്ത വിധം അവിടുത്തെ കൃത്യമായ അളവെടുത്ത് എത്ര ഇപ്പൊ കരയുണ്ട്, എത്ര കടലെടുത്തു, കൃത്യമായ ഒരു അളവെടുത്തിട്ട് പ്രശ്നങ്ങൾ നിരക്കൽ മോഡലിലെ പ്രശ്നം പരിഹരിക്കണം. അവിടുത്തെ കുടികിടപ്പുകാർക്ക് അനുയോജ്യമായ താമസ സൗകര്യം ഏർപ്പെടുത്തണം. അതിന് ഗവൺമെന്റ് ഭൂമി കൊടുക്കണം. അതിന് മുസ്ലിം സമുദായം എത്രത്തോളം സ്വീകരിക്കണം. ഇവിടെ കൂട്ടിക്കൽ ദുരിതമുണ്ടായപ്പോ 12 വീടുകൾ ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അങ്ങനെയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ വയനാട് സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ജീവകാരുണ്യ രംഗത്ത് ഞങ്ങൾ ഒരിക്കലും പിന്നോക്കം പോകുന്നില്ല. അവിടുത്തെ താമസക്കാരെ മാന്യമായി അനുയോജ്യമായി പുനരധിവസിപ്പിക്കണം. അതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണം. മുസ്ലിം സമുദായം മാന്യമായിട്ടുമായി സഹകരിക്കും. എന്നിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കും. ഒക്കുമായി നിലനിർത്തണം. നിരക്കൽ പ്രശ്നം, നിരക്കലില് ഒരു സമുദായം അവിടെ കയ്യേറ്റം നടത്തിയപ്പോ അവിടെ കരുണാകരൻ സാറിന്റെ ഗവൺമെന്റ് 5 ഏക്കർ സ്ഥലം അവർക്ക് പതിച്ചു കൊടുത്ത് അവിടെ നിന്ന് അവരുടെ ചിഹ്നങ്ങളൊക്കെ മാറ്റിച്ച് ആ ദേവസ്വം ബോർഡിന്റെ ഭൂമി ദേവസ്വം ഭൂമിയായി നിലനിർത്തി. ഇവിടെ എന്തിനാണ് ഈ മതേതരത്വമുള്ള രാജ്യത്ത് ദേവസ്വത്തിനെയും വഖഫിനെയും രണ്ടായി വേർതിരിക്കുന്നത്? അതുകൊണ്ട് മുൻപത്തെ ഭൂമി കൃത്യമായി അളന്ന് കുറ്റപ്പെടുത്തി അതിനെ അവിടുത്തെ താമസക്കാരെ അനുയോജ്യമായ നിലയിൽ പുനരുദ്ധരിച്ച് ബാറ് റിസോർട്ടൊക്കെ നടത്തുന്ന ആളുകളെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് വഖഫ് സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട അംഗം കേരള ഗവൺമെന്റ് ശുപാർശ നൽകണമെന്ന് അവസാനമായി ഒന്നുകൂടി അപേക്ഷിക്കുന്നു.